Hey guys, this is Best Carpix. നമുക്കറിയാം ഈ സെഗ്മെന്റിലേക്ക് പുതിയ ഏത് വണ്ടി വന്നാലും അതായത് അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിന്റെ കാറ്റഗറി ക്രെറ്റ പിടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് എല്ലാവരും വരുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഇന്ത്യയിൽ ക്രെറ്റ ആയിരുന്നു, അതായത് ടോട്ടൽ 2025 സെയിൽസ് എടുക്കുകയാണെങ്കിൽ. സോ ആ സാഹചര്യത്തിൽ ഏകദേശം ഒരു 18,000 മുകളിലൊക്കെ ഒരു മാസം വെക്കുന്ന ക്രെറ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ പുതിയ ഡസ്റ്റർ എങ്ങനെയാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നോക്കാം. ഇത് ക്രെറ്റയെ പിടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവർക്ക് മാക്സിമം ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും. റെനോയെ സംബന്ധിച്ചിടത്തോളം ഒരു 5,000 മുകളിൽ അവർക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവേണ്ട കാര്യം തന്നെ ഇല്ലേ വണ്ടിക്ക്. അതുകൊണ്ട് ഡസ്റ്ററിൻ്റെ സെയിൽസ് ക്രെറ്റയെ ഓവർടേക്ക് ചെയ്യും എന്നാരും വിചാരിക്കരുത്. എന്നാലും അത്യാവശ്യം ഒരു ഡീസൻറ്റ് ബേസിൽ ഒരു 5,000 അടുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നല്ലതാണ്. നമുക്ക് എന്തായാലും അല്ലാതെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഡസ്റ്ററാണ് കൂടുതൽ, 212 mm ആണ് വരുന്നത്. ക്രെറ്റ പക്ഷേ നമുക്ക് 190 mm അടുത്തേ വരുന്നുള്ളൂ. ബാക്കി ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വീൽ ബേസ് എല്ലാത്തിലും ഡസ്റ്റർ തന്നെയാണ് വലുത്. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ 16 mm ഡസ്റ്ററിന് കൂടുതലുണ്ട്, വിഡ്ത്ത് 25 mm കൂടുതലുണ്ട്, ഹൈറ്റ് 68 mm കൂടുതൽ വരുന്നുണ്ട്. വീൽ ബേസ് ആണെങ്കിലും 47 mm കൂടുതൽ വരുന്ന നമ്മുടെ ഡസ്റ്ററിന് തന്നെയാണ്. സോ പുതിയ സെൽറ്റോസ് വന്ന സമയത്ത് അവർ K3 പ്ലാറ്റ്ഫോമിലോട്ട് പോയി, അതുകൊണ്ട് സൈസ് നന്നായിട്ട് കൂടിയായിരുന്നു. അവിടെ ഡസ്റ്ററിന് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ ക്രെറ്റയുടെ കേസ് എടുക്കുമ്പോൾ പഴയ K2 പ്ലാറ്റ്ഫോം തന്നെ ആയതുകൊണ്ട് സൈസ് ഏകദേശം ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡസ്റ്ററിന് ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡസ്റ്ററിന് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ കിട്ടുന്നില്ല. നമുക്കറിയാം ഹ്യുണ്ടായി എപ്പോഴും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഒരു വണ്ടിയിൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയിൽ ഒരു വ്യത്യാസമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത് 10.5 inch ആണ് രണ്ടിലുള്ളത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്ലേ സ്റ്റോർ, മാപ്പ്, സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എല്ലാ വണ്ടിയുടെ കമ്പാരിസണിൽ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞാണ്, കാരണം വേറെ ഈ സെഗ്മെന്റിൽ ഒരു വണ്ടിക്ക് ഇതില്ല. പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് 18 inch അലോയ് വീൽസും അതുപോലെ 225 mm ക്രോസ് സെക്ഷനുള്ള ടയേഴ്സും ആണ്. ക്രെറ്റ നമുക്ക് മാക്സിമം 215 വരെ കിട്ടുന്നുള്ളൂ. പിന്നെ എൻ ലൈനിൽ മാത്രമാണ് നമുക്ക് 18 inch കിട്ടുന്നത്. നോർമൽ ക്രെറ്റയിൽ മാക്സിമം വരുന്നത് 17 inch വരെ ഉള്ളൂ. പിന്നെ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ പവർ ടെയിൽ ഗേറ്റ് ആണ്. അത് നമുക്ക് ക്രെറ്റയിലില്ല. ഡെഫിനറ്റ്ലി അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി പവർ ടെയിൽ ഗേറ്റ് മാത്രമല്ല, ആക്ച്വലി ബൂട്ട് സ്പേസ് എടുക്കുകയാണെങ്കിലും അത് ഈ വണ്ടിയിലാണ് കൂടുതൽ വരുന്നത്. നമുക്ക് 518 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഡസ്റ്റിൽ കിട്ടുന്നുണ്ട്. ക്രെറ്റയിൽ പക്ഷേ 433 ലിറ്റേഴ്സിനടുത്താണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതും നമ്മൾ റൂഫ് വരെ മെഷർ ചെയ്യാതെ നോർമലായിട്ട് മെഷർ ചെയ്യുമ്പോൾ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത്ര കമ്പയർ ചെയ്യാനുള്ളൂ. ഇനി അടുത്ത പ്ലസ് പോയിന്റ് വരുന്നത് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ ആണ് കിട്ടുന്നത്. ക്രെറ്റയുടെ അത്ര മോശമൊന്നുമല്ല. 160 PS 253 Nm ടോർക്കും അതുപോലെ 7 സ്പീഡ് DCT ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് മാക്സിമം 163 PS പവറും ടോർക്ക് 280 Nm വരെ പോകുന്നുണ്ട്. സോ അത് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതലാണ്. അത് മാത്രമല്ല DCT ആണെങ്കിൽ നമുക്ക് 6 സ്പീഡ് ആണ് വരുന്നത്, പക്ഷേ അത് വെറ്റ് ക്ലച്ച് ആണ്. ക്രെറ്റയിൽ വരുന്ന ഡ്രൈ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്. സോ കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്ന് നമുക്ക് ഒരു പരിധി വരെ പറയാം. ഇനി 1 ലിറ്റർ ടർബോയുടെ കേസ് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നമുക്ക് 100 bhp ഉള്ളൂ ഓൺ പേപ്പർ. മിഡ് റേഞ്ച് പെർഫോമൻസ് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ലോ എൻഡ് എന്തായാലും ഈ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ടർബോ കയറുന്ന വരെ അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടാവും. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ടർബോ പെട്രോൾ അല്ലല്ലോ. ആ ടർബോ പെട്രോൾ ഓക്കെ, പക്ഷെ എന്നാലും നമുക്കിതിൻ്റെ അകത്ത് 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അത് 1.4 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 80% അടുത്ത് നമ്മൾ സിറ്റിയിൽ ഓടിക്കുകയാണെങ്കിൽ ഫുൾ EV മോഡിലായിരിക്കും ഈ വണ്ടി ഓടുന്നത്. സോ ഓവറോൾ ബെറ്റർ എഫിഷ്യൻസി, അതുപോലെ 160 PS പവറാണ് ഇതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം തന്നെ മാക്സിമം പീക്ക് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്ക് കുറവാണ്, 172 Nm ഉള്ളൂ. പക്ഷെ എന്നാലും 0-100 ഏകദേശം 8.9 seconds ആണ് ക്ലെയിം ചെയ്യുന്നത്. നമ്മുടെ ഈ ക്രെറ്റയുടെ ടർബോ DCT എടുക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു ടൈമൊക്കെ തന്നെ ഓർ അതിലും കുറച്ചുകൂടെ കൂടുതലാണ് അതിൻ്റെ 0-100 എടുക്കുന്ന ടൈം. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് കുറച്ചുകൂടെ ഫാസ്റ്റാണ്, അതുപോലെ അത്യാവശ്യം നല്ല എഫിഷ്യൻസിയും കിട്ടും. ടർബോ പെട്രോളിൻ്റെ പ്രശ്നം അത് തന്നെയാണ്, നമുക്ക് എഫിഷ്യൻസി വളരെ കുറവേ കിട്ടുള്ളൂ. പക്ഷേ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ തന്നെ മാക്സിമം പവറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വണ്ടിയുടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ്. ക്രെറ്റയ്ക്ക് ഡെഫിനറ്റ്ലി എൻ ലൈൻ ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഓവറോൾ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എൻ ലൈൻ കുറച്ച് സ്റ്റിഫാണ്. ഇനി അതല്ല നോർമൽ ക്രെറ്റ എടുക്കുകയാണെങ്കിൽ ഹാൻഡ്ലിംഗ് അതിൻ്റെ കുറച്ച് ലൂസാണ്. സോ ഡസ്റ്ററിൻ്റെ അത്യാവശ്യം നല്ലൊരു ബാലൻസ് ആണ് റെനോ ഓഫർ ചെയ്യാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അഗൈൻ അത് നമുക്ക് കണ്ടറിയാം, ജസ്റ്റ് അവരിപ്പോൾ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഈ സംഭവം. ഇതാണ് ഡസ്റ്ററിൻ്റെ പ്ലസ് പോയിന്റ്സ്. ഇനി നമുക്ക് ക്രെറ്റയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് എക്സ്ട്രാ കിട്ടുന്നതെന്ന് നോക്കാം. ഡയമെൻഷൻസ് ഒക്കെ ഓൾറെഡി നമുക്കറിയാം, അതുപോലെ ഡിസൈനും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കമൻസിൽ പറഞ്ഞാൽ മതി. നമുക്ക് എന്തായാലും ഫീച്ചേഴ്സിലേക്ക് അടക്കാം. സോ ക്രെറ്റയിലെ ഡ്രൈവർ സൈഡിൽ 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ഡസ്റ്ററിലുണ്ട്, പക്ഷേ 6-way ആണ് വരുന്നത്. പിന്നെ 2 സൈഡിലും ഡസ്റ്ററിലുണ്ട്. പക്ഷേ ക്രെറ്റയുടെ ഇലക്ട്രിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലെ പാസഞ്ചർ സൈഡിലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ബോസ് മോഡെല്ലാം കിട്ടും. നമുക്ക് ഡസ്റ്ററിൽ ബോസ് മോഡില്ല, പക്ഷേ ക്രെറ്റയുടെ നോർമൽ വേരിയൻസിലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് പാസഞ്ചർ സീറ്റിൽ ഇല്ലാന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്തുള്ള അപ്ഡേറ്റിൽ വന്നോന്നറിയില്ല.
EVയിൽ എന്തായാലും ഉണ്ട്, മിക്കവാറും നൈറ്റ് എഡിഷനൊക്കെ ഇപ്പോൾ വന്നതിൽ ഉണ്ടാവുമായിരിക്കും. ഇനി അടുത്ത പ്ലസ് പോയിന്റ്, ഇതിൻ്റെ അകത്ത് എൻലൈൻ മോഡലിൽ നമുക്ക് ഇൻബിൽറ്റ് ഡാഷ് ക്യാം കിട്ടുന്നുണ്ട്, സെൽറ്റോസിലൊക്കെ കിട്ടുന്ന പോലെ. അതിപ്പോൾ ഒരു വെന്യൂ എൻലൈൻ, ക്രെറ്റ എൻലൈനൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് 8 സ്പീക്കർ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് കിട്ടുന്നത്, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഡസ്റ്ററിലേക്ക് വരുമ്പോൾ 6 സ്പീക്കർ ആർക്കമിസിൻ്റെ ഓഡിയോ സിസ്റ്റം വരുന്നുള്ളൂ. ഇനി അടുത്ത റിയർ വിൻഡോ സൺഷെയ്ഡ് ആണ്. നമുക്ക് ഡസ്റ്ററിൽ സൺഷെയ്ഡ് കിട്ടുന്നില്ല, പക്ഷേ അവർ പറഞ്ഞ് വരും കാര്യങ്ങളിലുള്ള അപ്ഡേറ്റിൽ റെനോ ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം ഈ സെഗ്മെന്റിൽ മിക്ക വണ്ടികളും കിട്ടുന്നുണ്ട്, ഈവൻ സീറയുടെ ബേസ് മോഡൽ പോലുണ്ട്. ഇനി അതെന്തായാലും നമുക്ക് ക്രെറ്റയിലുള്ളൊരു സാധനമാണ്. പിന്നെ ഡസ്റ്ററിൻ്റെ ഒരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് ഞാൻ പറയാൻ മറന്നുമായിരുന്നു. അത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 6 പാർക്കിംഗ് സെൻസേഴ്സ് വെച്ച് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ടോട്ടൽ 12 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ക്രെറ്റയിലെ മാക്സിമം 4 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിൽ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ എത്രയാണെന്ന് അറിയില്ല, 3-4 വല്ലതും ആയിരിക്കും. എന്തായാലും ഇത്രയില്ല. ഫീച്ചേഴ്സിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് വരുന്നത് റിയർ സീറ്റ് സ്പേസിൻ്റെ കാര്യത്തിലാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഈ സെഗ്മെന്റിലെ ഡസ്റ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് സ്പേസ് ഉള്ള വണ്ടിയാണ്. പക്ഷേ ക്രെറ്റയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എപ്പോഴും ബാക്ക് സീറ്റ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ്, ഹെഡ് റൂം അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഈ വണ്ടി. ഹെഡ് റൂം ആക്ച്വലി വലിയ വ്യത്യാസമില്ല. ന്യൂ റൂം, ലെഗ് റൂം, മാക്സിമം സ്പേസ് അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് വ്യത്യാസം വരുന്നത്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണ്. ഡസ്റ്ററിനും കുഴപ്പമൊന്നുമില്ല, പഴയ ഡസ്റ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ക്രെറ്റ എന്നാലും ഒരു നോച്ച് മുകളിലാണ് നിൽക്കുന്നത് പറയും. ഈവൻ നമ്മുടെ പുതിയ സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെൽറ്റോസിലേക്ക് ചെറുതായിട്ട് ചില സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ കുറച്ച് ക്വാളിറ്റി കുറച്ചായിരുന്നു. പക്ഷേ ഈ വണ്ടി ജനറേഷൻ ഇതുവരെ മാറാത്തതുകൊണ്ടായിരിക്കണം ഇതിനകത്ത് അങ്ങനെ വലിയ കോസ്റ്റ് കട്ടിംഗ് ഒന്നും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇൻറ്റീരിയറിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഓൺ പേപ്പർ 115 PS 250 ടോർക്കൊക്കെ ഉള്ളൂ. പക്ഷേ മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലൊക്കെ കിട്ടുന്നുണ്ട്. അത് പണ്ടത്തെ ഡസ്റ്ററിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ അതിൻ്റെ ഡീസൽ എഞ്ചിനായിരുന്നു. ഇപ്പോൾ ഏതായാലും ഡീസലില്ല, ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ. ക്രെറ്റയെ പക്ഷേ നമുക്ക് ഇപ്പോഴും ആ ഒരു കൺവെൻഷണൽ ഡീസൽ എഞ്ചിൻ കിട്ടുന്നുണ്ട്. സോ അഗൈൻ അത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 1.5 NA പെട്രോൾ, നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ബേസിക് വേരിയൻസിൽ വരുന്നത്. അതിൻ്റെ റിഫൈൻമെൻറ്റ് നമ്മൾ ഡസ്റ്ററിൽ 1 ലിറ്റർ മോഡൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അത് കാരണം മറ്റേ ടെസ്റ്റിൽ വരുന്ന 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 3 സിലിണ്ടർ ആണ്. മാത്രമല്ല അത് മാഗ്നറ്റിലെ കൈകളിലൊക്കെ ഉപയോഗിക്കുന്ന അത്ര ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്സ് ഉള്ള എഞ്ചിനൊന്നുമല്ല, ഫോക്സോൻ്റെ 1 ലിറ്റർ TSI പോലെ. സോ ഓവറോൾ റിഫൈൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ 1.5 NA തന്നെയായിരിക്കും അക്കാര്യത്തിൽ നല്ലത്. ഇനി ഇതിനൊക്കെ പുറമെ നമുക്കറിയാം ക്രെറ്റയിൽ ഡീസലും പെട്രോളും മാത്രമല്ല ഇലക്ട്രിക്കും കൂടെ ഇപ്പോൾ ഹ്യുണ്ടായി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിനങ്ങനെ വലിയ സെയിലൊന്നും ഇല്ല, പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിലയബിളായിട്ട് കുറച്ച് ലോങ് ടേം ഓടിക്കാൻ പറ്റുന്ന ഒരു EV ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഡസ്റ്ററിൽ എന്തായാലും ഇപ്പോഴൊന്നും നമ്മുടെ ഇലക്ട്രിക് വേർഷൻ വരാൻ പോകുന്നില്ല, കുറച്ച് കാലം എടുക്കും. അതിന് ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള EV തന്നെ വരണമെന്നില്ല. റെനോ ഇതുവരെ ഇന്ത്യയിൽ ഇലക്ട്രിക് വണ്ടി ഇറക്കി തുടങ്ങിയിട്ടില്ലല്ലോ. നമ്മുടെ മേജർ പ്ലസ് പോയിന്റ്സ് എന്തായാലും ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തത് ഹ്യുണ്ടായി ആയതുകൊണ്ട് തന്നെ ബെറ്റർ ആഫ്റ്റർ സെയിൽസ്, അതുപോലെ സർവീസ് നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അത് പക്ഷേ വണ്ടിയുടെ ഗുണമല്ല, കമ്പനിയുടെ ഗുണമാണ്. ഇത്രയും കാലം അവരോട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രസൻസ് അതൊക്കെ ഡെഫിനറ്റ്ലി ഹ്യുണ്ടായിക്ക് തന്നെ പ്ലസ് ആയിട്ട് പോകും. പിന്നെ ഓവറോൾ ലോങ് ടേം റിലയബിലിറ്റി എടുക്കുകയാണെങ്കിലും ഹ്യുണ്ടായി ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഓവറോൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചില ജാപ്പനീസ് ബ്രാൻഡ്സ്, ഇപ്പോൾ സുസുക്കി, ഹ്യുണ്ടായി ഒക്കെ എടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു ലെവലിലാണ് എന്ന് നമുക്ക് പറയാം ഇന്ത്യയിൽ ഓവറോൾ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ. ഡസ്റ്റർ പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ലോങ് ടേം കുഴപ്പമൊന്നുമില്ല. പഴയ 10K ഡീസൽ എഞ്ചിൻ വെച്ച് 2 ലക്ഷത്തിന് മുകളിൽ ഓടിച്ചിട്ടുള്ള, ഓർ ഈവൻ 3-4 ലക്ഷം വരെയൊക്കെ ഓടിച്ചിട്ടുള്ള വണ്ടികൾ നമുക്കിവിടെ ഉണ്ട്. എന്നാലും ഓവറോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി കുറച്ചും കൂടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയും. ബട്ട് സ്റ്റിൽ മാക്സിമം നമ്മുടെ വാറണ്ടി കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് ഡസ്റ്ററിനകത്ത് തന്നെയാണ്. 7 ഇയേഴ്സ് വരെ മാക്സിമം കിട്ടുന്നുണ്ട്. ക്രെറ്റയിൽ പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്താലും കിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രെറ്റയുടെയും ഡസ്റ്ററിൻ്റെയും കമ്പാരിസൺ. നമുക്കറിയാം പ്രൈസ് ഇതുവരെ ഡസ്റ്ററിന് വന്നിട്ടില്ല, അതുകൊണ്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി ആസ്പെക്ട്സിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.